ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഉള്ളത്. അതിലേറ്റവും പ്രധാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി 2025 സെപ്റ്റംബറിൽ സ്പോൺസർക്ക് കൈമാറിയത് എന്നുള്ള കാര്യമാണ്. ഈ പരാമർശം നീക്കിക്കിട്ടണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം ഒരു വിശദീകരണവും അല്പം മുമ്പ് നൽകുകയുണ്ടായി. ആ ഉത്തരവിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ആ ഒരു നിർദ്ദേശം താൻ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം അല്പം മുമ്പ് പറഞ്ഞത്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പക്ഷേ ഇതിലും വളരെയധികം പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ. പ്രശാന്ത് നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഈ ഗ്യാരണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമായിരുന്നു. അതുകൊണ്ട് 2019 ചെയ്ത ജോലി 2025 ആയപ്പോൾ ആ സ്വർണം പൂശിയതിൽ ചില പ്രശ്നങ്ങൾ, ചെമ്പ് തെളിഞ്ഞു തുടങ്ങിയപ്പോൾ അതേ ആളെ തന്നെ ഏൽപ്പിക്കേണ്ടി വന്നു. കാരണം ഗ്യാരണ്ടി അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് വിശദീകരണം നൽകിയ ആളാണ് ഈ പറയുന്ന പ്രശാന്ത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെമ്പാണെന്ന് തെളിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കറിയില്ലായിരുന്നു അന്ന് എന്ന് പറഞ്ഞ് കൈ കഴുകുന്നു. അതുമാത്രമല്ല, താൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ വളരെയധികം പൊരുത്തക്കേടാണല്ലോ ഉള്ളത്. 40 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വീണ്ടും ഇത് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടതെന്നാണ് ആദ്യം മുതൽ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. അതിൽ ഇപ്പോൾ ഈ തിരുവാഭരണ കമ്മീഷണർ അവർക്ക് മതിയായ യോഗ്യതയില്ല, അവരുടെ വൈദഗ്ധ്യത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടും വീണ്ടും എന്തിന് അവർക്ക് തന്നെ കൊടുത്തു എന്ന ചോദ്യത്തിനാണ് അന്ന് പ്രശാന്ത് ഈ മറുപടി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ബോർഡ് ശ്രമിക്കുന്നു എന്ന ആരോപണം തന്നെയാണ് കോടതിയും ഉന്നയിക്കുന്നത്. അതിനാണ് ഇനി ദേവസ്വം ബോർഡ് വ്യക്തത വരുത്തേണ്ടത്. എന്തുകൊണ്ട് 40 വർഷം ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പോലും ആ സ്ഥാപനത്തിന്, സ്മാർട്ട് ക്രിയേഷൻസിന് അതിന് മതിയായ വൈദഗ്ധ്യമില്ലെന്ന് ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് നൽകിയിട്ടും സർക്കുലർ ഇറക്കിയിട്ടും വീണ്ടും എന്തിനെ കൊടുത്തുവിട്ടുന്ന ചോദ്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെയും പ്രസിഡന്റ് പ്രശാന്തിനെയും ഒക്കെ ഈ ആരോപണ നിഴലിൽ കൊണ്ടുവരുന്നത്. അതുതന്നെയാണ് കോടതിക്കും സംശയമുണ്ടാക്കിയിരിക്കുന്ന സാഹചര്യം. എന്താണ് ഇതിലൂടെ ഈ കോടതി പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് സമീപിക്കുമ്പോൾ എന്താണ് കോടതിയിൽ കൃത്യമായ വിശദീകരണം തീർച്ചയായും ദേവസ്വം ബോർഡ് പറയേണ്ടി വരും. ഏത് സാഹചര്യത്തിലാണ് ഈ തിരുവാഭരണ കമ്മീഷണർ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിട്ടും അവിടെ അത് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന ചോദ്യത്തിനൊക്കെ സ്വാഭാവികമായും പ്രശാന്ത് മറുപടി പറയേണ്ടി വരും. അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ അത്ര സേഫ് അല്ല പ്രശാന്തിൻ്റെയും ബോർഡിൻ്റെയും കാര്യങ്ങൾ ഈ വിഷയത്തിലെന്നാണ് കൂടുതൽ ഓരോ ദിവസവും വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഹൈക്കോടതി ഉത്തരവ് കൂടി വന്നതോടുകൂടി ഇതുവരെ 2019 ബോർഡിനെയും അന്നത്തെ ഭരണസമിതിയെയും ഒക്കെ പരിചാരി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഒരു വീഴ്ച വന്നിട്ടുണ്ട്. അത് ആദ്യത്തെ വീഴ്ച തന്നെ ബോർഡിൻ്റെ ഭാഗത്തുണ്ടായത് കോടതിയെ സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കാതെ ഇത് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വൈദഗ്ധ്യത്തെ തിരുവാഭരണ കമ്മീഷൻ ചോദ്യം ചെയ്തിട്ടും അത് മറികടന്നത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമെന്ന് സ്വാഭാവികമായി തെളിയുമ്പോൾ അത് ദേവസ്വം ബോർഡിനെ വല്ലാത്തൊരു പ്രതിസന്ധി തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് ഉറപ്പാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിയാണ്. ആവശ്യം ഒന്നുകൂടി ശക്തമാകുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. മഞ്ജുഷ, ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പ്രതിസന്ധിയുടെ ദിനങ്ങളാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വാസ്തവവിരുദ്ധമാണ് എന്ന രീതിയിലുള്ള പരാമർശമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, പലതവണയും പല രീതിയിൽ അദ്ദേഹം വിശദീകരണങ്ങൾ നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. സ്പോൺസർക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് നൽകണം എന്നുള്ള നിർദ്ദേശം താൻ നൽകിയിട്ടില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതേ സ്പോൺസർക്ക് തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് നൽകുന്നത് എന്ന് തിരുവാഭരണ കമ്മീഷണർ തന്നെ കത്ത് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ആ കത്ത് ഇപ്പോൾ നിഷേധിക്കുകയാണ് PS പ്രശാന്ത്. അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്.